നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 2 നാൾ മാത്രമാണ് ബാക്കി. സ്ഥാനാർത്ഥികളെ പോലെ തന്നെ നിലമ്പൂരിലെ ജനങ്ങളും കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലിലാണ്. നിലമ്പൂർ ആർക്കൊപ്പമെന്നറിയാൻ ഈ വരുന്ന 23 വരെ കാത്തിരിക്കണം. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് തേടാം. ചേട്ടാ, നിലമ്പൂരിൽ വോട്ട് പെട്ടിയിലായി. എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ? എങ്ങനെയായിരിക്കും നിലമ്പൂരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാപ്പുട്ടിക്കാനെ മനസ്സിലായോ? നമ്മളിവിടെ ബാപ്പുട്ടിക്ക എന്ന് പറയുക. ആര്യാട് ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. അപ്പോൾ ഇത്തവണ മണ്ഡലം UDF തിരിച്ചു പിടിക്കും? തീർച്ചയായിട്ടും, യാതൊരു സംശയവും വേണ്ട ഇതിൽ. ചേട്ടാ, ഇത്തവണ നിലമ്പൂർ മണ്ഡലം ആര് പിടിക്കും? സ്വരാജ്. അതിനപ്പുറം ഒരു ഇതില്ല. വികസനത്തിൻ്റെ ഭരണ വിരുദ്ധത ഒന്നും ഇവിടെ ആവില്ല. ഇവിടെ കണ്ട സ്കൂള്, റോഡ്, പിന്നെ ആശുപത്രി, എന്ത് സംഗതികളിലും ഇതുള്ളതാണ്. പിന്നെ സ്വരാജ് എന്നുള്ളതും പാർട്ടി ചിഹ്നം എന്നുള്ളതിലും ഉജ്ജ്വലമായി പ്രവർത്തകർ വർക്ക് ചെയ്തതിൻ്റെ ഇതും ഫലം തിങ്കളാഴ്ച കാണും. ചേട്ടാ, ഇത്തവണ എങ്ങനെയായിരിക്കും നിലമ്പൂരിലെ ജനവിധി? ഇപ്രാവശ്യം ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആര്യാട് ഷൗക്കത്ത് ഒരു 15-ൻ്റെയും 20-ൻ്റെ ഉള്ളിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് പദ്ധതികൾ ഇവിടെ നഗരസഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും പിന്നെ നഗരസഭേൻ്റെ ചെയർമാനായിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും നഗരസഭയുടെ ചെയർമാനായിരിക്കുമ്പോഴും ഒരുപാട് പദ്ധതികൾ ഷൗക്കത്ത് കൊടുത്തിരിക്കുന്നു. ആരായിരിക്കും നിലമ്പൂരിൽ ഇത്തവണ? ഉറപ്പിക്കാൻ വയ്യ, പ്രവചിക്കാൻ വയ്യ. തുല്യമാണ് UDF LDF ഏകദേശം. 23-ന് ആർക്കായിരിക്കും അനുകൂലമായിട്ടുള്ള വിധി വരുന്നത്? ഈ അനുകൂലമായിട്ടുള്ള വിധി വരാൻ ജനങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആര് ജയിച്ചാലും ആര് തോറ്റാലും ഭരണത്തിൽ ആര് ഇരുന്നാലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു ഭരണം നിലമ്പൂരിൽ ആര് MLA ആയി വന്നാലും ശരി നല്ലൊരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തവണ നിലമ്പൂർ ആര് പിടിക്കും? പ്രാവശ്യം നിലമ്പൂർ LDF പിടിക്കും. ഉറപ്പാണോ? സ്വരാജ്. കാരണം എന്ന് വെച്ചാൽ സ്വരാജ് ഒരു നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് സ്വരാജ് ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമായൊരു മറുപടി നൽകാൻ നിലമ്പൂർകാർക്ക് കഴിയുന്നില്ല. കാരണം ഇവിടെ മത്സരം അത്ര ശക്തമാണ്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, നിലമ്പൂർ.